Hi students, welcome to Riju and PSK Daily Classes. In the previous class, we have already discussed about LCR series circuit. LCR series circuit and the potential V is equal to input potential V0 sin omega t and current I is equal to I0 sin omega t plus phi. There is a phase difference phi. Okay, and the phase difference I0 എന്ന് പറയുന്നതായിരുന്നു V0 divided by Z. Z എന്താണ് effective impedance അല്ലേ, root of XL minus XC the whole square plus R square. Okay, ഇത്രയൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ ഫൈ കണ്ടുപിടിക്കണമെങ്കിലോ tan phi equal to impedance triangle നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു impedance triangle? Here the phi XL minus XC R Z. What is the tan phi is equal to XL minus XC divided by R. ഓക്കെ അല്ലേ? നമ്മൾ പറഞ്ഞു ഫൈക്ക് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം. എപ്പോഴാ ഫൈ പോസിറ്റീവ് ആകുക, എപ്പോഴാ ഫൈ നെഗറ്റീവ് ആകുക? നമുക്കറിയാം, എളുപ്പത്തിൽ ഓർത്തിരിക്കാനൊരു കാര്യമുണ്ട്. എന്താണ്? കപ്പാസിറ്റീവ് ആണ് പ്രൊഡോമിനൻറ്റ്, അതായത് കപ്പാസിറ്റി ഇഫക്റ്റീവ് ആണ് പ്രൊഡോമിനൻ്റ് എങ്കിൽ കപ്പാസിറ്ററിൽ എന്താണ് കറണ്ട് ലീഡ് ചെയ്യും അല്ലേ. അപ്പോൾ എന്ത് കൂടുമ്പോൾ XC ഗ്രേറ്റർ ദാൻ XL ആവുമ്പോൾ കപ്പാസിറ്റീവ് ഇഫക്റ്റ് പ്രൊഡോമിനൻറ്റും ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കുറവാണെങ്കിൽ എന്തായിരിക്കും? ഫൈ പോസിറ്റീവ് ആയിരിക്കും. നോക്കിയേ എങ്ങനെയാണ്? ഇതാണ് നിങ്ങളുടെ കറണ്ട്, ഇതായിരിക്കും നമ്മളെ VR. ദെൻ ഹിയർ VL ഇതായിരിക്കും, VC ഇതായിരിക്കും അല്ലേ. ദെൻ VL മൈനസ് VC എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇങ്ങോട്ടായിരിക്കും VC. ഹിയർ ദ VC മൈനസ് VL. അപ്പോൾ റിസൾട്ടൻ്റ് എങ്ങോട്ടാണ് വരിക? ഇതായിരിക്കും. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ഫൈ. അയ്യോ ഇത് ഫൈ നെഗറ്റീവിലല്ലേ എന്ന് തോന്നണ്ട. എന്താണ്? ഇതാണ് നമ്മളെ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യലിനേക്കാളും കറണ്ട് ലീഡ് ചെയ്യും, പൊട്ടൻഷ്യൽ ലാഗ് ചെയ്യും, ഫൈ ലാഗ് ചെയ്യും, അല്ലെങ്കിൽ കറണ്ട് ലീഡ് ചെയ്യും. കറണ്ട് ലീഡ് ചെയ്യാണ്. ദെൻ I is equal to ഇവിടെ +0 ആണ്. ദെൻ സൈൻ ഒമേഗ ടി +0 കറണ്ട് ലീഡ് ചെയ്യും. കറണ്ട് അതായത് പൊട്ടൻഷ്യൽ ഇങ്ങനെയാണെങ്കിൽ കറണ്ട് ഫൈ ഫേസ് ഡിഫറൻസ് ലീഡ് ചെയ്യും. ഇനീഷ്യൽ ഫേസ് എത്രയാണ്? +5. ഇനി തിരിച്ചാണെങ്കിലോ ഇതാണ് നമ്മളുടെ I, here is the VR. ദെൻ ഇൻഡക്ടർ കൂടുതലാണ്, കപ്പാസിറ്റർ കുറവാണ്. തിരിച്ചാണ് കേട്ടോ. ഇൻഡക്ടർ ഇൻക്രീസ് ചെയ്യും. ഹിയർ VL ഈസ് ഹിയർ ആൻഡ് VC ഇതാണ്. ദെൻ നമ്മളെ VL മൈനസ് VC എന്തായിരിക്കും? ഇതായിരിക്കും നമ്മുടെ VL മൈനസ് VC. ഹിയർ ദ റിസൾട്ടൻ്റ് എന്തായിരിക്കും? ഹിയർ ദ റിസൾട്ടൻ്റ് ഈസ് V. ദിസ് ദ ഫൈ. ഫൈ ഇവിടെ നെഗറ്റീവ് ആണ്, മുകളിലോട്ടല്ലേ, ഫൈ പോസിറ്റീവ് അല്ലേ എന്നല്ല ചിന്തിക്കേണ്ടത്. കറണ്ട് ഇവിടെയാണ്, പൊട്ടൻഷ്യൽ ഇവിടെ. കറണ്ട് ലാഗ് ചെയ്തു അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ലീഡ് ചെയ്തു. കറണ്ട് ലാഗ് ചെയ്തു. ഹിയർ XL ഗ്രേറ്റർ ദാൻ XC. XL ഗ്രേറ്റർ ദാൻ XC ആണെങ്കിൽ പ്രൊഡോമിനൻ്റ് ഇത് എന്താണ്? ഇൻഡക്ടർ പ്രൊഡോമിനൻ്റ് ചെയ്തതാണെങ്കിൽ പൊട്ടൻഷ്യൽ ലീഡ് ചെയ്യും, കറണ്ട് ലാഗ് ചെയ്യും. ഹിയർ ഫൈ ഈസ് നെഗറ്റീവ്. ഹിയർ ഫൈ ഈസ് നെഗറ്റീവ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. LCR സീരീസ് സർക്യൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ഇക്വേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് രീതിയിലുള്ള ഡെറിവേഷനും അറിഞ്ഞിരിക്കണം. പിന്നെ വേറൊരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആണ്, ഇംപെഡൻസ് ട്രയാങ്കിൾ. ഇംപെഡൻസ് ട്രയാങ്കിൾ ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ എക്സാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മൾ പൊട്ടൻഷ്യലും കണ്ടുപിടിച്ചു, കറണ്ടും കണ്ടുപിടിച്ചു. എന്നിട്ടോ ഇതിൻ്റെ ഫേസർ ഡയഗ്രാമാണ് വരയ്ക്കാറുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫേസർ ഡയഗ്രാം വരച്ചില്ല. അപ്പം നമ്മൾ ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പോവാം. ഹിയർ പൊട്ടൻഷ്യൽ, here V0 sin omega t, V equal to V0 sin omega t. ഞാൻ V is equal to ഇതെടുത്തു V0 sin omega t and I equal to I0 sin omega t പ്ലസ് ഫൈ ആണ്, മൈനസ് ഫൈ അല്ല. പ്ലസ് ഫൈ ആണെങ്കിൽ കണ്ടീഷൻ കൂടെ തന്നെ എഴുതണം. കണ്ടീഷൻ എഴുതിയില്ലെങ്കിൽ തെറ്റിപ്പോവും. XC ഗ്രേറ്റർ ദാൻ XL. കറണ്ട് ലീഡ് ചെയ്യണമെങ്കിൽ കപ്പാസിറ്റീവ് ആയിരിക്കണം, പ്രൊഡോമിനൻ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഗ്രാഫ് എങ്ങനെ വരും? നമുക്ക് അതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. കറണ്ട് ലീഡ് ചെയ്യും. ഓക്കെ, കറണ്ട് ലീഡ്. ഇതെന്താണ്? ഹിയർ V, ഇറ്റ് ഈസ് I. കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമുക്ക് എന്ത് വരയ്ക്കാം? ഫേസർ ഡയഗ്രാം കൂടി വരയ്ക്കാം. ഫേസർ ഡയഗ്രാം വരയ്ക്കുകയാണ്. അറ്റ് എനി ടൈം t ഫേസർ ഡയഗ്രാം വരയ്ക്കുകയാണ്.
അപ്പോൾ ഇതെന്താണ്? കറണ്ട് ലീഡ് ചെയ്തു. അപ്പോൾ നമുക്ക് അറ്റ് എനി ടൈം ടി പൊട്ടൻഷ്യലാണിത് വി. കറണ്ട് എത്ര കിട്ടും? ഹിയർ ദ കറണ്ട് ഐ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഹിയർ ദ ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കും? 5. ദിസ് വാല്യൂ ഈസ് ഒമേഗ ടി. കറണ്ട് ലീഡ് ചെയ്തു, കറണ്ട് ലീഡ് ചെയ്തു, പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ലാഗ് ചെയ്തു. ക്ലിയർ അല്ലേ? കറണ്ട് ലീഡ് ചെയ്തു അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ലാഗ് ചെയ്തു. ഫേസർ ഡയഗ്രാം അറിഞ്ഞിരിക്കണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് വൺ, നമ്മൾ ഇതിൻ്റെ ഫിഗർ വരച്ചതിന് ശേഷം നമ്മൾ ഇൻഡക്ടറിലും റെസിസ്റ്ററിലും എല്ലാം ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എന്താ അത്? പവർ, ആവറേജ് പവർ അല്ലേ? അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് പവർ എത്രയാണെന്ന് നോക്കാം ആദ്യം. വാട്ട് ഇസ് ദ ഇൻസ്റ്റൻറ്റേനിയസ് പവർ? ഇൻസ്റ്റൻറ്റേനിയസ് പവർ ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു വി. ഐ എത്രയാ? ഇൻസ്റ്റൻറ്റേനിയസ് പവർ ഇസ് ഈക്വൽ ഐ വി. ഐ എത്രയാണ്? I0 സൈൻ ഒമേഗ ടി പ്ലസ് 5. പ്ലസ് തന്നെ എടുത്തു, കാരണം എക്സ് ഇ ഗ്രേറ്റർ ദാൻ എക്സ് എൽ എന്നുള്ള കണ്ടീഷൻ തന്നെയാണ് ഞാൻ എടുത്തത്. വി ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. സൈഡിൽ നമുക്ക് എഴുതാം എക്സ് ഇ ഗ്രേറ്റർ ദാൻ എക്സ് എൽ ആയിരുന്നു, അതുകൊണ്ടാണ് സൈൻ ഒമേഗ ടി പ്ലസ് 5 എടുത്തത്. ദെൻ വി ഗോട്ട് ദ ആൻസർ I0 V0 സൈൻ ഓഫ് എ പ്ലസ് ബി. സൈൻ ഓഫ് എ പ്ലസ് ബി സൈൻ എ സൈൻ ഒമേഗ ടി കോസ് ബി പ്ലസ് കോസ് എ കോസ് ഒമേഗ ടി സൈൻ 5 ഇൻറ്റു സൈൻ ഒമേഗ ടി. ഇതൊന്ന് ഇലാബറേറ്റ് ചെയ്യാം, ആ ബ്രാക്കറ്റ് ഒന്ന് കളയാം. അപ്പോൾ എന്താ കിട്ടും? I0 V0 ഓപ്പൺ ചെയ്യാം സൈൻ സ്ക്വയർ ഒമേഗ ടി കോസ് 5 പ്ലസ് കോസ് ഒമേഗ ടി സൈൻ ഒമേഗ ടി സൈൻ 5. അപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് പവറായി. ഇൻസ്റ്റൻറ്റേനിയസ് പവർ കിട്ടി. ഇനി നമുക്ക് എന്ത് കിട്ടണം? ഒരു ഫുൾ സൈക്കിളിൽ എത്രയാണ് ആവറേജ് പവർ എന്ന് കിട്ടണം. അപ്പോൾ ആവറേജ് പവർ ഇൻറ്റഗ്രൽ 0 ടു ടി I0 V0 എവിടം മുതൽ എവിടം വരെയാണ്? 0 ടു ടി സൈൻ സ്ക്വയർ ഒമേഗ ടി കോസ് 5 പ്ലസ് കോസ് ഒമേഗ ടി സൈൻ ഒമേഗ ടി സൈൻ 5 ഡി ടി. എവിടെ മുതൽ എവിടെ വരെ? ഡിവൈഡഡ് ബൈ ഇൻറ്റഗ്രൽ 0 ടു ടി ഡി ടി. ഓക്കെ അല്ലേ? ദെൻ നമുക്കൊന്ന് അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. എങ്ങനെ കിട്ടും? ആവറേജ് പവർ ഇസ് ഈക്വൽ ടു I0 V0 ഇൻറ്റഗ്രൽ 0 ടു ടി ഡി ടി ടി ഇൻറ്റഗ്രൽ 0 ടു ടി സൈൻ സ്ക്വയർ ഒമേഗ ടി കോസ് 5 സൈൻ സ്ക്വയർ ഒമേഗ ടി കോസ് 5 പ്ലസ് ഇൻറ്റഗ്രൽ 0 ടു ടി കോസ് ഒമേഗ ടി സൈൻ ഒമേഗ ടി സൈൻ 5 കോസ് ഒമേഗ ടി സൈൻ ഒമേഗ ടി സൈൻ 5 ഡി ടി. ഡി ടി ഉണ്ട് കേട്ടോ, വിത്ത് റെസ്പെക്ട് ടു ഡി ടി. ഓക്കെ അല്ലേ? ഇനി നമുക്കതിനെ വീണ്ടും ഒന്ന് ചെയ്ത് നോക്കാം. I0 V0 ഡിവൈഡഡ് ബൈ ടി ഇൻറ്റഗ്രൽ 0 ടു ടി. ഓക്കെ, ഇതിൽ കോസ് 5 എന്ന് പറയുന്നത് ടൈമിൻ്റെ ടേം ആണ്. 5 എന്ന് പറയുന്നത് ഇനീഷ്യൽ ഫേസ് ആണ്, വിച്ച് ഇസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. 5 എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല? ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യില്ല. അതുകൊണ്ട് നമുക്കത് എന്തെടുക്കാം? കോമൺ ആയിട്ട് പുറത്തെടുക്കാം. എന്താണ്? കോസ് 5 is the initial phase which is independent of time. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇൻറ്റഗ്രൽ 0 ടു ടി സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ടി പ്ലസ് ദെൻ ഇവിടെയോ സൈൻ 5, അതിനെ നമുക്ക് പുറത്തെടുക്കാം. സൈൻ 5 ഇൻറ്റു ഇൻറ്റഗ്രൽ 0 ടു ടി സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ഡി ടി. ഇനി ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് പറഞ്ഞു തരണോ? എന്തായിരിക്കും ചെയ്യുക? എന്തായിരിക്കും? സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ടിയുടെ നമുക്ക് വാല്യൂ അറിയാം. ഇൻറ്റഗ്രൽ ആവറേജ് വാല്യൂ സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ടിയുടെ ആവറേജ് വാല്യൂ എത്രയാണ്? നമ്മൾ ചെയ്തതാണ്, ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. 1/2 എന്ന് വരും അല്ലേ ആവറേജ് വാല്യൂ. ഓൾറെഡി നമ്മൾ ടി ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? നമുക്ക് T/2. ദെൻ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം?
ഇനി ഇതെങ്ങനെ ചെയ്യാമെന്ന് ഇനി വീണ്ടും എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ ഒമേഗ ടി 1 മൈനസ് കോസ് 2 ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2. വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? t/2. നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. ആവറേജ് വാല്യൂ ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടിയുടെ വാല്യൂ എത്രയാണ്? ആവറേജ് വാല്യൂ സൈൻ സ്ക്വയർ എത്രയാണ്? 1/2. ഇവിടെ ടി ഓൾറെഡി എടുത്തുകൊണ്ടാണ് ഹിയർ t/2. ഇതിൻ്റെ എങ്ങനെ എടുക്കുക നമ്മൾ? ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യാം, ഡിവൈഡ് ചെയ്യുകയും ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? സൈൻ 5 ഇൻറ്റു ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ടി 2 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി സൈൻ 2 ഒമേഗ ടി ഡി ടി. സൈൻ 2 ഒമേഗ ടി ഡി ടിയുടെ ആവറേജ് വാല്യൂ എത്രയാണ്? 0. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 0. അപ്പോൾ നമുക്ക് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ദെൻ ആവറേജ് പവർ ഇസ് ഈക്വൽ ടു I0 V0 divided by T into cos 5 into T/2. T കട്ട് ചെയ്ത് പോയി. ബാക്കി എന്താ കിട്ടും? I0 V0 divided by 2 cos 5. അതാണ് നമ്മളുടെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ആവറേജ് പവറിൻ്റെ വാല്യൂ കിട്ടി. എന്താണ് ആവറേജ് പവറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്? ദെൻ പി ആവറേജ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? I0 V0 ഡിവൈഡഡ് ബൈ 2 cos 5. ഇനി നമുക്ക് വീണ്ടും എന്ത് എഴുതാം? I0 ഡിവൈഡഡ് ബൈ √2 V0 ഡിവൈഡഡ് ബൈ √2 എഴുതിക്കൂടെ? എന്ത് കിട്ടും? I0 ഡിവൈഡഡ് ബൈ √2 is IRMS and V0 divided by √2 is a VRMS cos 5. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? IRMS VRMS cos 5. IRMS VRMS cos 5. ക്ലിയർ അല്ലേ? ദെൻ വീണ്ടും നമുക്കതിനെ വേറെ രീതിയിൽ എഴുതാം. എങ്ങനെ എഴുതാം? IRMS ഇൻറ്റു VRMS ഇൻറ്റു cos 5. IV പവർ ഇസ് ഈക്വൽ ടു IV cos 5. V is equal to എന്താണ്? I into Z. Again നമുക്ക് എങ്ങനെ എഴുതാം? I square Z cos 5. I square Z cos 5. ക്ലിയർ ആണോ? അപ്പം ആവറേജ് പവർ കിട്ടി. ഇനി ഇതിന് ജനറൽ ആയിട്ട് എഴുതാം. നമുക്ക് ഇംപിഡൻസ് ട്രയാങ്കിൾ അറിയാം അല്ലേ? എന്താ ഇംപിഡൻസ് ട്രയാങ്കിൾ പറയുന്നത്? ഇസ് ദ ഫൈ ദ XL മൈനസ് XC എന്താണ്? R is Z. ഇതിന് നമുക്ക് cos 5യുടെ വാല്യൂ കിട്ടും. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് cos 5? cos 5 ഈക്വൽ ടു R ബൈ Z. cos 5 ഈക്വൽ ടു R ബൈ Z. ഈ cos 5 എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ പവർ ഫാക്ടർ. എന്താണ്? പവർ ഫാക്ടർ. ഇറ്റ്സ് എ പവർ ഫാക്ടർ. cos 5 ഇസ് എ പവർ ഫാക്ടർ. ക്ലിയർ ആണോ? ദെൻ ഇത് വെച്ചിട്ട് നമുക്ക് കേസ് 1 ഫസ്റ്റ് കേസ് എന്താ? ഫസ്റ്റ് കേസ് പറയുന്നത് കേസ് 1 പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ ഫൈയുടെ വാല്യൂ എത്രയാണ്? 0. ഹിയർ I ആൻഡ് V ആർ ഇൻ ഫേസ്. ഇൻ ഫേസിലാണെങ്കിൽ ഫേസ് ഡിഫറൻസ് എത്രയായിരുന്നു? അവിടെ 0 ആയിരുന്നു. ദെൻ പവർ എത്രയായിരിക്കും? ആവറേജ് പവർ ഇസ് ഈക്വൽ ടു IRMS VRMS cos 0. cos 0 1. ദെൻ എന്ത് കിട്ടും? IRMS VRMS. ഇത് നമുക്ക് കിട്ടിയതല്ലേ? ഇത് ഓൾറെഡി നമുക്ക് മുന്നേ കിട്ടിയിട്ടുണ്ട്. എന്താണ് വാല്യൂ വരിക? IRMS ഇൻറ്റു VRMS. എങ്ങനെയാണെങ്കിൽ? പ്യുവർ റെസിസ്റ്റീവ് ആണെങ്കിൽ. ഇനി രണ്ടാമത്തെ കേസ് പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ട് ആണെങ്കിലോ ഫൈ എത്രയായിരിക്കും? പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ടിൽ ഫൈ എത്രയാണ്? -π/2. കറണ്ട് ലാഗ് ചെയ്യും -π/2. അങ്ങനെയാണെങ്കിൽ ആവറേജ് പവർ എത്രയായിരിക്കും? IRMS VRMS cos -π/2. cos -π/2 0. again ആവറേജ് പവർ എത്രയായിരിക്കും? 0. ആൻഡ് പ്യുവർ കപ്പാസിറ്റീവ് ആണെങ്കിലോ? പ്യുവർ കപ്പാസിറ്റീവ് ഫൈ ഇസ് ഈക്വൽ ടു again π/2 cos π/2 0. then average power is equal to 0. പ്യുവർ ഇൻഡക്റ്റീവ് ആണെങ്കിലും പ്യുവർ കപ്പാസിറ്റീവ് ആണെങ്കിലും എന്താണെന്ന് പറയുക? പവർ 0 ആയിരിക്കും. ആവറേജ് പവർ ഡിസിപ്പേഷൻ 0 ആയിരിക്കും. പ്യുവർ റെസിസ്റ്റീവ് ആണെങ്കിൽ IRMS ഇൻറ്റു VRMS. ക്ലിയർ അല്ലേ? ഹിയർ ദ cos 5. ഈ cos 5യുടെ വാല്യൂന് നമ്മൾ എന്താ പറയുക? cos 5 ഈസ് നോൺ ആസ് പവർ ഫാക്ടർ. cos 5 ഈസ് നോൺ ആസ്
പവർ ഫാക്ടർ. ഇസ് ഇറ്റ് ക്ലിയർ? ദെൻ നമുക്ക് നെക്സ്റ്റ് കുറച്ച് കാര്യം കൂടി അറിഞ്ഞിരിക്കണം ഇതിൽ. പവർ ആവറേജ് പവർ എത്രയാണോ കിട്ടിയത്? IRMS VRMS cos phi ആവറേജ് പവർ. ദെൻ പീക്ക് മാക്സിമം പവർ എന്തായിരിക്കും? I0 V0. ദെൻ ആവറേജ് പവറായി ദെൻ RMS അല്ലെങ്കിൽ വെർച്വൽ പവർ എത്രയായിരിക്കും? IRMS VRMS. അപ്പം നമുക്ക് cos phi-നെ നമുക്ക് എന്ത് പറയാം? cos phi is equal to ഇതിനെന്താണ് പറയുക? വെർച്വൽ പവർ എന്ന് പറയും അല്ലേ? PRMS. അപ്പോൾ cos phi is equal to ആവറേജ് പവർ ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? ആവറേജ് പവർ ഡിവൈഡഡ് ബൈ RMS പവർ. വെർച്വൽ പവർ ആവറേജ് പവർ ഡിവൈഡഡ് ബൈ വെർച്വൽ പവർ ആണ് എന്ന് പറയുന്ന പവർ ഫാക്ടർ. എന്ത് പറയുക? പവർ ഫാക്ടർ. ക്ലിയർ ആണല്ലോ? ദെൻ ആവറേജ് പവറായി, RMS പവറായി, പീക്ക് വാല്യൂ ആയി. ഇതിൽ നിന്ന് നമുക്ക് പവറിന് വേറൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്താണ് പവറിൻ്റെ ഇക്വേഷൻ? പവർ ഇസ് ഈക്വൽ ടു VRMS IRMS cos phi. ഇതിൽ IRMS cos phi അതിനെ നമ്മൾ എന്ത് പറയും? ആക്റ്റീവ് കറണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ വർക്ക്ഫുൾ ആയിട്ടുള്ള കറണ്ടാണ്. അതിന് നമ്മൾ എന്താ പറയുക? വർക്ക്ഫുൾ കറണ്ട് എന്ന് പറയും. എന്തിനെ? IRMS cos phi. ആൻഡ് IRMS അതിന് സൈൻ ഫംഗ്ഷൻ സൈൻ കമ്പോണൻ്റ് ആയിരിക്കും. IRMS sin phi അതിനെ നമ്മൾ എന്താ പറയും? വാട്ട്ലെസ് കറണ്ട് അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആണ്. ആ കേസ് ഇനാക്റ്റീവ് ആണ്. വർക്ക്ലെസ് കറണ്ട് ആണ് അല്ലെങ്കിൽ വാട്ട്ലെസ് കറണ്ട് ആണ്. വാട്ട്ലെസ് കറണ്ട് ഫാക്ടർ എന്ന് പറയുന്നത് സൈൻ ഫൈയും കോസ് ഫൈ എന്ന് പറയുന്നത് എന്താണ്? വർക്ക്ഫുൾ കറണ്ടുമാണ്. ഓക്കെ അല്ലേ? വർക്ക്ഫുൾ ആയിട്ടുള്ള എന്താണ്? കോസ് ഫൈ IRMS കോസ് ഫൈ. IRMS സൈൻ ഫൈ എന്ന് പറയുന്നത് എന്താണ്? വർക്ക്ലെസ് ആണ്. വാട്ട്ഫുൾ കറണ്ട് എന്നും വാട്ട്ലെസ് കറണ്ട് ജസ്റ്റ് ഇതിനെന്ന് പറയും വാട്ട്ഫുൾ കറണ്ട്. ആൻഡ് ഇതിനെ എന്താ പറയുക നമ്മൾ? വാട്ട്ലെസ് കറണ്ട്. വാട്ട്ലെസ് കറണ്ട് ഏതിലാണ് കണ്ടിട്ടുള്ളത് നമ്മൾ? വാട്ട്ലെസ് കറണ്ട് നമ്മൾ എന്താ പറയുക? പ്യുവർ ഇൻഡക്ടറിലും പ്യുവർ കപ്പാസിറ്ററിലും. നെറ്റ് പവർ എത്രയായിരിക്കും? അവിടെ ആവറേജ് പവർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ദെൻ we are going to discuss about resonance. A new topic is resonance. എന്താ റെസോണൻസ് എന്ന് പറഞ്ഞാൽ? ഇത് ഓൾറെഡി നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഓസിലേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഡാംഡ് ഓസിലേഷൻ അല്ലെങ്കിൽ ഫോഴ്സ്ഡ് ഓസിലേഷൻ എന്നുള്ള കേസിലൊക്കെ റെസോണൻസ് എന്നുള്ള ടേം കേട്ടിട്ടുണ്ട്. എന്തിനാ റെസോണൻസ് എന്ന് പറയാം? ഏതൊരു സിസ്റ്റവും അത് കണ്ടിന്യൂസ് ഇൻ വൈബ്രേഷൻ ആയിരിക്കും. അതിനൊരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. ഏതൊരു സാധനവും വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും. അതിന് നമ്മൾ എന്താ പറയുക? അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി. എന്താ പറയുക? നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പം നാച്ചുറൽ ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു സാധനത്തിന് നമ്മളൊരു എക്സ്റ്റേണൽ ആയിട്ടൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുക്കുന്ന ഫ്രീക്വൻസി, എക്സ്റ്റേണലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസി അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസിയും സെയിം ആണെങ്കിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. നിങ്ങൾ സോണോമീറ്ററൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത് അങ്ങനെ. ഒരു ട്യൂണിങ് ഫോർക്ക് എടുത്ത് ഒരു ത്രെഡിൽ നമ്മളൊരു പേപ്പർ വയ്ക്കും. എന്നിട്ട് നമ്മൾ അതിനെ ജസ്റ്റ് ഇങ്ങനെ സോണോമീറ്റർ അടിച്ചിങ്ങനെ വെക്കുന്ന സമയത്ത് ആ പേപ്പർ തട്ടി താഴെ വീഴും. എപ്പോഴാണെങ്കിൽ അതിൻ്റെ വൈബ്രേഷനും നമ്മൾ കൊടുക്കുന്ന ട്യൂണിങ് ഫോർക്കിൻ്റെ ഫ്രീക്വൻസി സെയിം ആണെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷനിൽ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അതേ കേസ് തന്നെയാണ് നിങ്ങൾ എവിടെ യൂസ് ചെയ്യുന്നത്? നിങ്ങളെ വീട്ടിൽ റേഡിയോ ഒക്കെ ട്യൂൺ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ? റേഡിയോ അല്ലെങ്കിൽ TV ട്യൂൺ ചെയ്യുന്നു. എല്ലാ ബ്രോഡ്കാസ്റ്റിൽ നിന്നുള്ള ഫ്രീക്വൻസീസും നമ്മളെ വീട്ടിലുണ്ടായിരിക്കും. നമ്മൾ റേഡിയോയുടെ ട്യൂൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ചുറ്റും എല്ലാ ഫ്രീക്വൻസീസും അവൈലബിൾ ആയിരിക്കും. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ ട്യൂൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്രീക്വൻസി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക ഉള്ളിൽ. അപ്പോൾ നമ്മളൊരു ചെറിയ സ്ഥലത്ത് എത്തുന്ന സമയത്ത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ക്ലിയർ ആയിട്ട് കേൾക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഉള്ളിലെ ഫ്രീക്വൻസിയും അതിൻ്റെ പുറത്തെ ഫ്രീക്വൻസിയും സെയിം ആവുന്ന സമയത്ത് അതാണ് നമുക്ക് ആ ബ്രോഡ്കാസ്റ്റിംഗ് ആണ് നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ റേഡിയോ ട്യൂൺ ചെയ്യുന്നതും എന്തിൻ്റെ ബേസിലാണ്? റെസോണൻസിൻ്റെ ബേസിലാണ്. എന്തിൻ്റെ ബേസിലാണ്?
റെസൊണൻസിൻ്റെ ബേസിലാണ്. അപ്പോൾ റെസൊണൻസ് എന്താണെന്ന് നോക്കാം. വെൻ നമുക്ക് അറിയാവുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഇസഡ് ഇംപിഡൻസ് ഇസഡ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ് എക്സ് എൽ മൈനസ് എക്സ് ഇ ദ ഹോൾ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. എക്സ് എൽ മൈനസ് എക്സ് ഇ ദ ഹോൾ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഹിയർ എക്സ് എൽ ഈക്വൽ ടു എക്സ് ഇ ആണെങ്കിൽ എക്സ് എൽ ഈക്വൽ ടു എക്സ് ഇ, അതാണ് റെസൊണൻസിൻ്റെ കണ്ടീഷൻ. അറ്റ് റെസൊണൻസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ് എങ്കിൽ ഇസഡ് എന്തായിരിക്കും? ഇസഡ് ബിക്കേം ഇസഡ് മിനിമ ആയിരിക്കും, മിനിമം ഇംപിഡൻസ് ആയിരിക്കും, വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ. എക്സ് എൽ മൈനസ് എക്സ് ഇ ദ 0 ആർ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു റെസിസ്റ്റീവ്. അപ്പോൾ അത് എന്തായിട്ട് ആക്ട് ചെയ്യും? പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യും. നമുക്ക് നോക്കാം. അതായത് നമ്മളിൽ എൽ ഉണ്ടായിരുന്നു, സി ഉണ്ടായിരുന്നു, ആറും ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു. ഇതിങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അക്രോസ് എത്രയായിരിക്കും? ഇത് എൽ ആണ്, സി ആർ. ഇതിൻ്റെ അക്രോസ് എത്രയാണ്? വി എൽ, വി സി ആൻഡ് വി ആർ. വി എൽ ഈക്വൽ ടു വി സി ആണെങ്കിൽ എന്താ കണ്ടീഷൻ? ഹിയർ ഇസ് എ വി ആർ, വി എൽ, വി സി. വി എൽ ആൻഡ് വി സി ആർ ഈക്വൽ ആണെങ്കിൽ രണ്ടും കൂടി എന്ത് ചെയ്തു പോവും? കട്ട് ചെയ്ത് പോവും അല്ലേ? അപ്പോൾ എന്ത് മാത്രമേ എഫക്റ്റീവ് വരുള്ളൂ? വി ആർ മാത്രം. വി എൽ ഈക്വൽ ടു വി സി ആണെങ്കിൽ രണ്ടും ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അത് അപ്പോൾ നമ്മളുടെ ആംഗിൾ എത്രയാണ്? ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? പൈ ആണ്. അപ്പോൾ ജസ്റ്റ് കട്ട് ചെയ്ത് പോവും. അപ്പോൾ ഐ എന്തായിരിക്കും? ഐ ഈക്വൽ ടു എത്ര കിട്ടും? ഐ ഇസ് ഈക്വൽ ടു മാക്സിമം ആയിരിക്കും. ഐ മാക്സിമ ഈക്വൽ ടു വി ഡിവൈഡഡ് ബൈ ആർ ആയിരിക്കും. മാക്സിമം വാല്യൂ ആയിരിക്കും. ഐ മാക്സിമ ഇസ് ഈക്വൽ ടു വി സീറോ ഡിവൈഡഡ് ബൈ ആർ ആയിരിക്കും. ഇസഡ് വരുമോ? വി സീറോ ഡിവൈഡഡ് ബൈ ഇസഡിന് പകരം വി സീറോ ഡിവൈഡഡ് ബൈ ആർ. അപ്പോൾ നമുക്ക് മാക്സിമം വാല്യൂ കിട്ടും. എങ്ങനെയാണെങ്കിൽ അറ്റ് റെസൊണൻസ്. റെസൊണൻസിൻ്റെ കണ്ടീഷൻ എന്താണ്? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഇസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആയിരിക്കണം. ദെൻ ഇംപിഡൻസ് വിൽ ബി മിനിമ ആൻഡ് കറണ്ട് ബിക്കേം മാക്സിമ. ഇംപിഡൻസ് എന്തായിരിക്കണം? മിനിമ ആയിരിക്കണം ആൻഡ് ദ കപ്പാസിറ്റി and the current will be maxima. Then XC equal to XL എന്താണ് പറഞ്ഞത്? XCയുടെ വാല്യൂ എന്താണ്? 1 by omega C equal to omega L. Then omega square is equal to 1 by LC. Then omega equal to 1 by root LC. Omega equal to 1 by root LC. Omega വാല്യൂ എന്താണ്? 2 pi. Nu equal to 1 by root LC, then nu equal to 1 by 2 pi root LC. 1 by 2 pi root LC is known as resonant frequency. എന്താ പറയുക നമ്മളതിനെ? resonant frequency. Nu അല്ലെങ്കിൽ nu 0 is a resonant frequency 1 by 2 pi root LC. അത് വൈബ്രേറ്റ് ചെയ്യുന്ന ഏത് ഫ്രീക്വൻസിയിലായിരിക്കും? 1 by 2 pi root LC. Is it clear? അപ്പോൾ എന്താ പറഞ്ഞില്ല? റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? അറ്റ് റെസൊണൻസ് വാട്ട് ഈസ് ദ കണ്ടീഷൻ? എക്സ് എൽ എന്ന് പറയുന്നതും എക്സ് സി എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ അക്രോസ് കപ്പാസിറ്റർ എന്ന് പറയുന്നതും പൊട്ടൻഷ്യൽ അക്രോസ് ഇൻഡക്ടറും സെയിം ആയിരിക്കും ആൻഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ദെൻ ഇറ്റ് ഗെറ്റ് ക്യാൻസൽ. ദെൻ ടോട്ടൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യും? പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് പോലെ ആക്ട് ചെയ്യും. പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് പോലെ active at that resonant frequency എത്രയാണ്? 1 by 2 pi root LC. then current will become maximum. peak current എത്രയായിരിക്കും? maximum ആയിരിക്കും. and ആ ഗ്രാഫ് നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ്. ഫ്രീക്വൻസി ഒമേഗ വേഴ്സസ് കറണ്ട് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഗ്രാഫ് എങ്ങനെ കിട്ടും നമുക്ക്? ഇങ്ങനെയായിരിക്കും. ഇസ് എ കറണ്ട് ഗ്രാഫ് I0. ഓക്കെ, ഇസ് എ വാല്യൂ ഒമേഗ 0. ന്യൂ 0 ഒന്നും കൊടുക്കാം. ന്യൂ വേഴ്സസ് ഐ ഗ്രാഫും സെയിം തന്നെ. ഓക്കെ അല്ലേ? I0 ഇസ് ഈക്വൽ ആയിരിക്കും V0 ഡിവൈഡഡ് ബൈ ആർ. ക്ലിയർ ആണോ? ഇനി നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് എടുക്കുന്നതെങ്കിൽ ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് എങ്ങനെ കിട്ടും? ഓക്കെ, വീണ്ടും നമ്മൾ വേറൊരു വാല്യൂ എടുത്തു. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇവിടുത്തെ റെസിസ്റ്റൻസ് ഞാൻ എന്തെടുത്തു? Here the R1, R2, R3. ഏതായിരിക്കും റെസിസ്റ്റൻസ് കൂടുതലാ? We know that I0 is equal to V0 divided by R. Then R increases, I0 decreases.
അപ്പോൾ R ഇൻക്രീസ് ചെയ്യുമ്പോൾ I0 ഡിക്രീസ് ചെയ്യുക. അപ്പോൾ ഏതാ കൂടുതൽ? R3 ഗ്രേറ്റർ ദാൻ R2 ഗ്രേറ്റർ ദാൻ R1. R1 വളരെ ചെറുതായിരിക്കും. റെസിസ്റ്റൻസ് കുറയുമ്പോൾ മാക്സിമം കറണ്ട് എന്ത് ചെയ്ത് വരും? കൂടി 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 വരും. ഇനി നമ്മളെ എങ്ങനെയാണ് നമ്മളെ റേഡിയോ ടി വിയും വർക്ക് ചെയ്യുന്നത്, അവയുടെ ഫ്രീക്വൻസി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് എന്ന് നോക്കാം. എങ്ങനെയാണ് ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുക? നമ്മൾ റെസൊണൻറ്റ് ഫ്രീക്വൻസി പറഞ്ഞു, μ0 = 1/2π√LC അല്ലേ. അതിൽ ഒന്നില്ലെങ്കിൽ ഇൻഡക്ടറിൻ്റെ വാല്യൂ വേരി ചെയ്യാം, അല്ലെങ്കിൽ കപ്പാസിറ്ററിൻ്റെ വാല്യൂ. പൊതുവേ നമ്മൾ വേരി ചെയ്യുന്നത് എന്താണ്? കപ്പാസിറ്ററിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യും. എങ്ങനെ? കപ്പാസിറ്ററിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ റെസൊണൻറ്റ് ഫ്രീക്വൻസി വേരി ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഉള്ളിലെ ഫ്രീക്വൻസിയും പുറത്തെ ഫ്രീക്വൻസിയും സെയിം ആവുന്ന സമയത്ത് ഏതാണോ പുറത്ത് അത് റെസൊണൻസിലാവുകയും അപ്പം നമുക്ക് ആ ഏതാണോ ചാനൽ അല്ലെങ്കിൽ ഏതാണോ ബ്രോഡ്കാസ്റ്റിംഗ് അത് കറക്റ്റായിട്ട് കേൾക്കാനും പറ്റും. ഓക്കെ അല്ലേ? അവിടെ യൂസ് ചെയ്യുന്നത് ഏതാണ്? റെസൊണൻസ്. എന്താ യൂസ് ചെയ്യുന്നത്? റെസൊണൻസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ റെസൊണൻസിൽ നമ്മൾ ഫ്രീക്വൻസി ഒക്കെ നോക്കി. ഇനി റെസൊണൻസ് കണ്ടീഷനിലാണെങ്കിൽ നമ്മൾ നോക്കിയേ, ഒരു ഇൻഡക്ടർ ഉണ്ടായിരിക്കും, ഒരു കപ്പാസിറ്റർ ഉണ്ടായിരിക്കും, അതെല്ലാം കൂടി നമ്മൾ എന്തിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും? ഒരു ഇൻപുട്ട്. അത് ഇൻപുട്ട് വി. ആ എത്രയാണോ ഇൻപുട്ട് കൊടുത്തത് അത് മുഴുവൻ എവിടെ ഉണ്ടായിരിക്കും? റെസിസ്റ്റൻസിൻ്റെ അക്രോസ്. അപ്പോൾ VR എന്ന് പറയുന്നത് എന്തായിരിക്കും? വി തന്നെയായിരിക്കും. ഡൗട്ട് ഉണ്ടോ? കാരണം ഇവിടെ എന്ന് പറയുന്നത് എന്താണ്? VL ആണ്. ഇതിൻ്റെ അക്രോസ് എന്താണ്? VC ആണ്. VL = VC ആയിരിക്കും. VL = VC ആയിരിക്കും. നെറ്റ് വി എന്താണ്? √VR² പ്ലസ് VL മൈനസ് VC ആണ്, ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എന്തായിരിക്കും? V = √VR² VR. ഓക്കെ, അപ്പോൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ മുഴുവൻ എന്തിൻ്റെ അക്രോസ് ആയിരിക്കും? റെസിസ്റ്റൻസിൻ്റെ അക്രോസ് ആയിരിക്കും. കപ്പാസിറ്ററിൻ്റെ അക്രോസ് എത്ര പൊട്ടൻഷ്യൽ ഉണ്ടോ അതും ഇൻഡക്ടറിൻ്റെ അക്രോസിലുള്ള പൊട്ടൻഷ്യലും ഈക്വലും ആയിരിക്കും. അവ ജസ്റ്റ് ഓപ്പോസിറ്റും ആയിരിക്കും. ഓക്കെ അല്ലേ? ഇപ്പോൾ സപ്പോസ് നമ്മൾ ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 200 വോൾട്ട് ആണെങ്കിൽ ഇതിൻ്റെ അക്രോസ് എത്ര തന്നെയായിരിക്കും? ഇൻഡക്ടറിൻ്റെ അല്ല, റെസിസ്റ്റൻസിൻ്റെ അക്രോസ് എത്രയായിരിക്കും? 200 വോൾട്ട് ആയിരിക്കും. ഇനിയോ സപ്പോസ് VLൻ്റെ അക്രോസ് നമുക്ക് 100 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ VC എത്രയായിരിക്കും? -100 ആയിരിക്കും. രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? 0 ആയിട്ട് പോകണം. ക്ലിയർ അല്ലേ? ജസ്റ്റ് അതൊന്ന് ഓർത്തിരിക്കുക, ചുമ്മാ ആഡ് ചെയ്യരുത്. ഇവിടെ എന്താണ് എടുക്കുന്നത്? വെക്ടേഴ്സ് ആയിട്ട് വേണം എടുക്കാൻ, വെക്ടർ പ്രൊഡക്റ്റ് വേണം എടുക്കാൻ, അത് മറന്നു പോകരുത്. ഇനിയോ അറ്റ് റെസൊണൻസിൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ളത്? പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആക്ട് ചെയ്യും. അങ്ങനെയുള്ള കേസിൽ പവർ ഡിസിപ്പേഷൻ എന്തായിരിക്കും? പവർ = I × IRMS × അപ്പോൾ അവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? I² × Z cos phi എന്നായിരുന്നു അല്ലേ. പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആയിട്ട് ആക്ട് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായിരിക്കും? cos phi. phi എത്രയായിരിക്കും? 0. ഇൻ ഫേസിലായിരിക്കും. ഹിയർ ഇൻ phi = 0 and Z = then what is the value? IR. I² × R അല്ലെങ്കിൽ IRMS × VRMS അല്ലെങ്കിൽ I0 V0 / 2. ക്ലിയർ ആണല്ലോ? ഏത് എഴുതിയാലും കറക്റ്റ് ആണ്. അത് എന്തുപോലെ ആക്ട് ചെയ്യും? പവർ ഡിസിപ്പേഷനും പ്യുവർ റെസിസ്റ്റീവ് പോലെ തന്നെ ആയിരിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇത് വെച്ചിട്ടുള്ള തന്നെ ക്വാളിറ്റി ഫാക്ടർ അല്ലെങ്കിൽ ഷാർപ്നെസ്സിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. താങ്ക് യു.